സമസ്തയെ സംബന്ധിച്ചിടത്തോളം സമസ്ത നിലനിർത്തി പോരുന്ന സമസ്ത പൂർവികായും കൊണ്ട് സ്വീകരിച്ചു പോരുന്ന ഇന്നേ വരെ സ്വീകരിച്ചു പോരുന്ന ഒരു നയമുണ്ട്. ആ നയം എന്ന് പറഞ്ഞാൽ സമസ്ത എന്ന് പറയുന്ന ഈ സംഘടന എന്നുള്ള നിലക്ക് അതിന് ഒരു രാഷ്ട്രീയ പാർട്ടിനോടും പ്രത്യേകമായുള്ള ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും ഏതെങ്കിലും ഒരു മുന്നണിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിനെ ജയിപ്പിക്കാനോ അല്ലെങ്കിൽ അതിനെ തോൽപ്പിക്കാനോ ഒന്നും ആഹ്വാനം ചെയ്യൽ സമസ്തന്റെ പതിവല്ല. അപ്പൊ സമസ്തയിലുള്ള ആളുകൾ പല രാഷ്ട്രീയ പാർട്ടികളുണ്ടാവും. അവരുടെ ഭൗതികമാവുന്ന കാര്യങ്ങൾക്ക് വേണ്ടി അതുപോലെ തന്നെ അവരെ മതത്തിന് തകരാറ് സംഭവിക്കാത്ത നിലക്കുള്ള രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ പലരും അംഗങ്ങളായിട്ടുണ്ടാവും. അതിനുവേണ്ടി അവർ പ്രവർത്തിച്ചിട്ടുണ്ടാവാം. അതൊന്നും ആരെങ്കിലും അങ്ങനെ സമസ്തയിൽപ്പെട്ട ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും സമസ്തന്റെ നയമല്ലാന്ന്, ഒരിക്കലും സമസ്തന്റെ നയമല്ലാന്ന് ഇത്രേ പറയാനുള്ളൂ. അതിനെ പറ്റി നാസർ ഫൈസി പറഞ്ഞത് നാസർ ഫൈസിനോട് ചോദിക്കാം. അത് അയാൾ വ്യക്തിപരമായ അഭിപ്രായമായിരിക്കാം. അല്ല, മതവിശ്വാസത്തിനെ എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ ഇപ്പൊ നമുക്ക് നിൽക്കാൻ പറ്റുമോ? മതവിശ്വാസത്തിനെ ഇവിടെ സമസ്ത നയം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഈ ഇന്ത്യ രാജ്യത്തുള്ള മതസൗഹാർദ്ദം ഇവിടെ നിലനിൽക്കണം. ഈ ഇന്ത്യ രാജ്യത്തുള്ളതായ മതസൗഹാർദ്ദം മാത്രമല്ല, മനുഷ്യന്മാർ തമ്മിലുള്ള സൗഹാർദ്ദം ഇവിടെ നിലനിൽക്കണം. ഇന്ത്യ രാജ്യത്തിന്റെ പാരമ്പര്യം ഇവിടെ നിലനിൽക്കണം. ജനാധിപത്യം ഇവിടെ നിലനിൽക്കണം. ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങൾ, മുസ്ലിങ്ങളടക്കമുള്ള മതന്യൂനപക്ഷങ്ങൾ